ഒരു പഞ്ചായത്ത് സംസ്ഥാന ദേശീയ ഭരണകൂടങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അന്താരാഷ്ട്ര കുത്തക ഭീമനായ കൊക്കക്കോളയെ സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിപ്പായിച്ച ചരിത്രം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് നാം കേട്ടത്. ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി നടത്താവുന്ന പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകളുടെ സാധ്യതകൾ നമുക്ക് കാട്ടിത്തന്നത് പാലക്കാട്ടെ പെരുമാട്ടി പഞ്ചായത്താണ്. പഞ്ചായത്തുകൾ അധികാര കേന്ദ്രങ്ങൾ മാത്രമല്ല, അവയ്ക്ക് പ്രതിരോധത്തിന്റെ കോട്ടകളാകാനും കഴിയുമെന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സമാനമായ ചെറുത്തുനിൽപ്പുകളുടെ ഉദാഹരണങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നു. അധികാര രാഷ്ട്രീയത്തിന്റെ ഇടവഴികളിൽ പ്രാദേശിക പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ വർത്തമാന ചരിത്രം പരിശോധിക്കുകയാണ് ഇവിടെ. ആഗോള മൂലധനത്തിന്റെയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും വികസന രൂപകമായി അവതരിപ്പിക്കപ്പെട്ട കമ്പനിയാണ് നീറ്റ ജലാറ്റിൻ. ഒരു ദിവസം 90 ടൺ മാലിന്യമാണ് ചാലക്കുടി പുഴയിലേക്ക് ഈ കമ്പനി ഒഴുക്കിവിട്ടുകൊണ്ടിരുന്നത്. പഞ്ചായത്ത് കമ്പനിക്ക് നൽകിയ പ്രവർത്തന ലൈസൻസ് പുതുക്കേണ്ട സമയത്ത് അതിന് വിസമ്മതിച്ചുകൊണ്ടാണ് 2010 ജനങ്ങളുടെ സമരത്തിന്റെ മുൻപന്തിയിലേക്ക് കടുകുറ്റി പഞ്ചായത്തും അതിന്റെ സാരഥിയും കടന്നുവന്നത്. പഞ്ചായത്തിൻ്റെ ആവശ്യം കമ്പനി പ്രവർത്തിക്കണമെങ്കിൽ 0 ഡിസ്ചാർജിൽ, അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലും മാലിന്യമുണ്ടാകാത്ത വിധത്തിൽ വായു ജല മലിനീകരണം ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് പഞ്ചായത്ത് നിലകൊള്ളുന്നത്. നീറ്റ ജലാറ്റിനു വേണ്ടി പഞ്ചായത്തിന്റെ അധികാരങ്ങളെ മറികടന്നുകൊണ്ട് ലൈസൻസ് പുതുക്കി നൽകിയാണ് സംസ്ഥാന സർക്കാർ പഞ്ചായത്തിന്റെ ചെറുത്തുനിൽപ്പിനോട് പ്രതികരിച്ചത്. വികസനം കഴിഞ്ഞു മാത്രം പ്രാധാന്യമുള്ള വിഷയമായി പ്രാദേശിക ജനതയുടെ ജീവിക്കാനുള്ള അവകാശം മാറിയത് നാം അന്ന് കണ്ടതാണ്. 2013 പോലീസിനെ ഉപയോഗിച്ച് ക്രൂരമായി സമരത്തെ അടിച്ചമർത്തിയ സംസ്ഥാന സർക്കാരിനെതിരെ കൂടിയായി പിന്നീട് അവിടുത്തെ സമരം. ഈ സമരം ഇന്നും അവസാനിച്ചിട്ടില്ല. തെരുവിലേക്കിറങ്ങിയ പഞ്ചായത്തിന്റെ പ്രതിഷേധവും ഇതുവരെ അണഞ്ഞിട്ടില്ല. നിർദ്ദിഷ്ട ഗെയിൽ വാതക പൈപ്പ് ലൈൻ കടന്നുപോകുന്ന മലപ്പുറം ജില്ലയിലെ പഞ്ചായത്തുകളിൽ അതിനെതിരെയുണ്ടായ സമരവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും അടുത്തിടെ ചർച്ചയായിരുന്നു. വാതക പൈപ്പ് ലൈൻ കടന്നുപോകുന്ന പഞ്ചായത്തിലെ ഭരണ നേതൃത്വം സമരത്തെ അനുകൂലിച്ച് നിലപാടെടുത്തതും അത് സർക്കാരിനെ ചൊടിപ്പിച്ചതും സമീപകാല ചരിത്രം മാത്രം. ജില്ലാ പഞ്ചായത്ത് വാതക പൈപ്പ് ലൈനിനെതിരെ പ്രമേയം പാസാക്കി തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയതോടെയാണ് സമരം ശക്തമായത്. ജനങ്ങളുടെ എതിർപ്പുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ അതിനെ ഏതൊരു സർക്കാരാണെങ്കിലും അതിനെ സമ്മതിക്കില്ലല്ലോ. കാരണം ജനങ്ങളുടെ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാണ് പ്രജകൾ. ഈ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വരുന്ന ജനപ്രതിനിധികൾ, ആ ജനപ്രതിനിധികളാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും തന്നെ ജനങ്ങളുടെ വികാരം മറികടന്ന് ഒരു സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല.
ജനങ്ങളുടെ അഭിപ്രായത്തെ മറികടന്നുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്ക് പറയേണ്ടി വരുന്നിടത്തേക്ക് പ്രതിഷേധമെത്തി. ഗെയിലിനെതിരെയുള്ള സമരങ്ങൾ, മലപ്പുറം ജില്ലയിൽ ഗെയിൽ വാതക പൈപ്പ് ലൈനെതിരെയുള്ള സമരങ്ങൾ അവസാനിച്ചിട്ടില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലം, ആലപ്പുഴ ജില്ലകളിലായി 5 ലക്ഷം പേരുടെ വീടുകളിലേക്ക് നിത്യവും വെള്ളമെത്തുന്നത് ഇവിടെ നിന്ന്. അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള നീർത്തടങ്ങളുടെ 2002 പട്ടികയിൽപ്പെട്ട ഈ തടാകം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. 1999 തടാക സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുകയും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കേരള വാട്ടർ അതോറിറ്റിയുടെയും ജില്ലാ ഗ്രാമവികസന അതോറിറ്റിയുടെയും ചുമതലയിലാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. വർഷമേറെ കഴിഞ്ഞിട്ടും പദ്ധതികൾ നടപ്പിലായില്ലെന്ന് മാത്രമല്ല, തടാകം മലിനമാവുകയും തടാകപരിധി കുറഞ്ഞു വരികയും ചെയ്യുന്നു എന്ന് തടാകത്തിന് ചുറ്റും ജീവിക്കുന്ന മനുഷ്യർ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടുന്ന് പമ്പ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടി. ശാസ്താംകോട്ട കായലിൽ താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ജലം പമ്പ് ചെയ്തു തുടങ്ങി. അപ്പോൾ ആനുപാതികമായ പമ്പിംഗ് അല്ല നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ശാസ്താംകോട്ട കായലിൽ നല്ലതുപോലെ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പകരം സംവിധാനം എന്നുള്ള തരത്തിൽ കൊല്ലത്ത് പുതിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, പകരം കുടിവെള്ള പദ്ധതി, ഇതൊക്കെ കൊണ്ടുവരണമെന്നുള്ളതാണ് പൊതുവുള്ള ആവശ്യം. പക്ഷേ അത് സർക്കാർ ഫയലിൽ മാത്രമാണ്. ഇത്തരത്തിലുള്ള തടാകങ്ങളുടെ നിലനിൽപ്പിൽ ചുറ്റുമുള്ള വയലുകളും കുന്നുകളും വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. നികത്തപ്പെടുന്ന കുന്നുകളും വയലുകളും കയ്യേറ്റം ചെയ്യപ്പെടുന്ന തടാകവും ചെളിയെടുപ്പ് വ്യാപകമായ നീർത്തട വൃഷ്ടി പ്രദേശങ്ങളും സംരക്ഷിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. ശാസ്താംകോട്ട കായലിൻ്റെ ഉടമസ്ഥാവകാശം വാട്ടർ അതോറിറ്റിക്കാണ് വിട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ പഞ്ചായത്തിന് അതിനകത്ത് മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പഞ്ചായത്തിനെ കൊണ്ട് കഴിയാത്ത അവസ്ഥയാണ്. എന്നിരുന്നാൽ തന്നെയും ഞങ്ങളുടെ ഈ ഭരണസമിതി നിലവിൽ വന്ന് മാറി മാറി ഒട്ടനവധി സർക്കാരുകൾ വന്നപ്പോഴും പല പല സ്കീമുകൾ ഇതുപോലെ നടപ്പിലാക്കുന്നു, ഒത്തിരി കോടി രൂപയുടെ സ്കീമുകൾ നടപ്പിലാക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു സ്കീമുകളും ഇതേവരെയും അവിടെ നടപ്പിലാക്കിയിട്ടില്ല. എന്നാൽ ഈ ഭരണസമിതി നമ്മൾ നിലവിൽ വന്നതിന് ശേഷം നമുക്ക് പരിസ്ഥിതി പ്രവർത്തകരുമായിട്ടും തടാക സംരക്ഷണ സമിതിക്കാരുമായിട്ടൊക്കെ യോജിച്ചുകൊണ്ട് ഞങ്ങൾ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് കയർ ഫെഡുമായിട്ട് ചേർന്നുകൊണ്ട് 500 മീറ്റർ ചുറ്റളവിൽ, കായലിൻ്റെ 500 മീറ്റർ ചുറ്റളവിൽ കയർ ഭൂവസ്ത്രം ധരിക്കുകയും മണ്ണ് സംരക്ഷിക്കുന്നതിന് വേണ്ടി, മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടി ഞങ്ങൾ രാമച്ചം വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു. അത് ഏറ്റവും വലിയൊരു വിജയമായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ തടാകത്തിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നു എന്നത് ഈ അവകാശവാദങ്ങളിലെ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുന്നു. ശാസ്താംകോട്ട പഞ്ചായത്തിന് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഫോറസ്ട്രി ആയിരുന്നു. അപ്പോൾ ഈ കായലിന് ചുറ്റും പണ്ട് ഇവർക്കെല്ലാം ധാരണക്കുറവുള്ളതുകൊണ്ട് ആനന്ദബോസ് സാർ കളക്ടറായിരിക്കുമ്പോൾ ഇവിടെ അക്കേഷ്യ മരങ്ങളുടെ വ്യാപകമായ നട്ടുപിടിക്കൽ നടന്നു. ഏക്കർ കണക്കിന് സ്ഥലത്ത് ശാസ്താംകോട്ട തീരത്ത് നട്ടുപിടിപ്പിച്ച അക്കേഷ്യ മരങ്ങൾ ഈ വെള്ളം ചൂഷണം ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല മരങ്ങളാണ്. അത് കായലിൻ്റെ സംരക്ഷണത്തിന് ഉതകുന്നതല്ല. ഞങ്ങളുടെയൊക്കെ സമരം കൊണ്ട് ഏറ്റവും ഒടുവിലെത്തിയത് ഈ അക്കേഷ്യ മരങ്ങൾ മുറിച്ചു മാറ്റാമെന്ന് തീരുമാനത്തിലെത്തി. അത് ലേലം ചെയ്യാൻ തന്നെ 2 കൊല്ലം എടുത്തു. ഇപ്പം ലേലം നടന്നു എന്നുള്ളതല്ലാതെ മുറിച്ചു മാറ്റിയിട്ടില്ല. അത് മാറ്റിയിട്ട് ഈ ഫലവൃക്ഷ തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു സ്കീം പോലും പഞ്ചായത്തിന് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല, സമരസമിതിയോടൊപ്പം ചേർന്ന് വന്ന് അവരുടെ ഒരു പ്രസംഗ ഘോഷയാത്ര നടക്കുന്നതിനപ്പുറം പഞ്ചായത്ത് മുൻകൈ എടുത്ത് ഒരു സ്ഥിരം സമരമാക്കി ഇത് മാറ്റി ജനകീയ പിന്തുണയോടുകൂടി ഈ സൂചിപ്പിച്ച പെരുമാട്ടിയെപ്പോലുള്ള പഞ്ചായത്തിൻ്റെ ഒരു പ്രക്രിയയാക്കി അവരുടെ ഒരു ഭരണപരമായിട്ടുള്ള ആവശ്യമാക്കി ഇതിനെ മാറ്റുന്നതിൽ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. തടാക സംരക്ഷണത്തിന് വേണ്ടി പോരാട്ടത്തിനിറങ്ങേണ്ടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മണ്ണ്, മണൽ, ക്വാറി, ഭൂമി കയ്യേറ്റ മാഫിയകളുടെ കുഴലൂത്തുകാരായി മാറുമ്പോൾ ഇല്ലാതാകുന്നത് ഒരു നാടിനും അതിൻ്റെ ജനതയ്ക്കും തണുപ്പേകുന്ന, അതിൻ്റെ ദാഹമകറ്റുന്ന നനവിൻ്റെ ഒരു തീരമാണ്.
എണ്ണിത്തിട്ടപ്പെടുത്താനാകാത്ത കോടികൾ എളുപ്പത്തിൽ കൊയ്യാനാകുന്ന വ്യവസായമാണ് ഖനനം. ജനവാസ മേഖലയിൽ നിന്ന് 100 മീറ്ററെങ്കിലും അകലെ പഞ്ചായത്ത് മുതൽ പരിസ്ഥിതി വകുപ്പ് വരെയുള്ളവരുടെ അനുമതിയോടെ പ്രവർത്തിക്കേണ്ട വ്യവസായം. കേരളത്തിലെ വിവിധ ജില്ലകളിലായി 100ഓളം ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവയിൽ പലതിന്റെയും പ്രവർത്തനം ജനകീയ സമരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. കൊല്ലം ജില്ലയിലുള്ള ഇളമാട് ഗ്രാമപഞ്ചായത്തിൽ അർക്കന്നൂരിലുള്ള ഒരു ക്വാറിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. ഈ സർക്കാർ ഭൂമി പിടിച്ചെടുക്കണമെന്ന് RDO ഉത്തരവിട്ടിട്ടും അതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ നടപടികളും ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല. 10 ഹെക്ടറിലധികം സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഇതിലേക്ക് പോകുവാൻ നിരവധി സർക്കാർ റോഡുകൾ, പൊതു റോഡുകൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഈ റോഡുകൾ മുഴുവൻ ഈ മാഫിയ കൈയടക്കിയിരിക്കുന്നു. പൊതുജനങ്ങൾക്ക് ഈ റോഡിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുന്നു. ഈ 10 ഹെക്ടറിലധികം സർക്കാർ ഭൂമിയിൽ നിന്നും പെർമിറ്റുകളില്ലാതെ താലൂക്കിൽ നിന്നും അനുവദിക്കുന്ന നിയമവിരുദ്ധമായ പി ഫോം പെർമിറ്റിൻ്റെ പേരിൽ 70 ലക്ഷത്തിലധികം മെട്രിക് ടൺ പാറ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ഇവിടെ നിന്നും അനധികൃതമായി പൊട്ടിച്ചു മാറ്റിയിരിക്കുന്നു. അർക്കന്നൂരിൽ ക്വാറി പ്രവർത്തിക്കുന്ന ഇളമാട് ഗ്രാമപഞ്ചായത്ത് ക്വാറിക്ക് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. ക്വാറിയുള്ള വാർഡിലാകട്ടെ ജനങ്ങൾ ഗ്രാമസഭ കൂടി ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് പ്രമേയം പാസാക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 8-10 വർഷക്കാലമായി ഈ പ്രദേശത്തിന് നാനാ ആരോഗ്യ വിഷയങ്ങളിലായാലും സാമൂഹ്യ വിഷയങ്ങളിലായാലും ഏതെല്ലാം പരിസ്ഥിതി വിഷയങ്ങളിലായാലും ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. ഇത് സഹിക്കവയ്യാതെ ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം പൗരസമിതികൾ രൂപീകരിച്ച് അതിൻ്റെ നേതൃത്വത്തിൽ സമര പാന്താവിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനനുസരിച്ച് അവർക്ക് അമിതമായി വരുമാനമുള്ള കാരണത്താൽ അവരെ കാശിൻ്റെ ബലത്തെ ഞങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് കൂടിയ കാരാളുകണം വാർഡിൻ്റെ ഗ്രാമസഭ ഈ ക്വാറിക്കെതിരെ, ഈ ക്വാറിംഗ് പ്രവർത്തനങ്ങൾക്കെതിരെ പ്രമേയം പാസ്സാക്കുകയും ഐക്യകണ്ഠേന പാസ്സാക്കുകയുണ്ടായി. എന്നാൽ നാളെ ഇതുവരെ അതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നതിനോ ഒന്നുമുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. യാതൊരു വിധമായ അനുമതിയും കൂടാതെയാണ് ഇപ്പോൾ ഈ ക്വാറിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് നിർത്തുന്നതിനുള്ള നടപടിയാണ് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതിനിധി എന്നുള്ളതിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ക്വാറി നടത്തിപ്പുകാരായ പലരും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരോ പ്രവർത്തകരോ ആണെന്നത് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം സമരങ്ങളോട് സ്വീകരിക്കുന്ന മൗനത്തിന് കാരണമാണ്. പക്ഷേ ഒരു വാർഡിലെ മുഴുവൻ ജനങ്ങളുടെയും സ്വസ്ഥ ജീവിതം തകർത്തുകൊണ്ട് നടക്കുന്ന ഖനന പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ തണലിൽ ജീവിക്കുന്നവർക്കും ജനകീയ മുന്നേറ്റത്തിന് നേരെ അധികകാലം കണ്ണടയ്ക്കാനാകില്ല എന്നതാണ് വാസ്തവം. നാദാപുരത്ത് വാണിമേൽ പഞ്ചായത്തിൽ ക്വാറികൾക്ക് അനുമതി നൽകാനുള്ള നീക്കമാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചകളിലൊന്ന്. നേരത്തെ ഖനനം നിർത്തിവെച്ചതുൾപ്പെടെയുള്ള ക്വാറികൾക്കും പുതിയ ക്വാറികൾക്കുമാണ് അടുത്തിടെ അനുമതി നൽകിയത്. പക്ഷെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഈ നീക്കം നിർത്തിവെച്ചു. എന്നാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്വാറി പ്രവർത്തിപ്പിക്കാൻ പഞ്ചായത്ത് അനുമതി നൽകുകയാണുണ്ടായത്. പഞ്ചായത്ത് ഭരണം ലീഗിനാണ്. സീറ്റ് തർക്കത്തെ ചൊല്ലി UDF സംവിധാനത്തിൽ നിന്ന് മാറി ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാണ് ഭരണം സ്വന്തമാക്കിയത്. വിലങ്ങാട് കരിങ്കൽ ഖനനത്തിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ലീഗ് മെമ്പറുടെ നേതൃത്വത്തിൽ ഒരു ഉപസമിതിയെ നിയോഗിച്ചിരുന്നു. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഖനനാനുമതി നൽകിയത്. അതേസമയം പരിസ്ഥിതി ലോല പ്രദേശവും ജനവാസ കേന്ദ്രവുമായ സ്ഥലത്ത് ഖനനത്തിന് അനുമതി നൽകരുതെന്നാണ് CPM നിലപാട്. ഉപസമിതിയിൽ ക്വാറികൾക്ക് അനുകൂലമായ നിലപാടെടുത്തതിന്റെ പേരിൽ CPM പഞ്ചായത്ത് ഭരണസമിതിയിലെ KP വസന്തകുമാരിയെ പാർട്ടിയിൽ നിന്നും 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. വാണിമേൽ പഞ്ചായത്തിൽ
5 എണ്ണം ആരംഭിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 5 ഖനനങ്ങളും വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉടുമ്പറങ്ങി എന്ന് പറയുന്ന പ്രദേശത്ത് വാണിമേൽ പഞ്ചായത്ത് ഭരണസമിതി തുടങ്ങാൻ അനുവാദം നൽകിയ ഈ ഖനന പ്രദേശം അത് വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന്, മയ്യഴിപ്പുഴ വളരെ പ്രശസ്തമാണ്. മയ്യഴിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം യഥാർത്ഥത്തിൽ ഈ മലനിരകളാണ്, ഇതിൻ്റെ താഴ്വാരമാണ്. മറ്റൊന്ന്, ഈ ഖനന പ്രദേശത്തിൻ്റെ തൊട്ടടുത്താണ് വലിയ ഒരു ഹൈസ്കൂൾ, വെലങ്ങാട് ഹൈസ്കൂൾ. അതിൻ്റെ തൊട്ടടുത്താണ് വെലങ്ങാട് ചെറുകിട ജലവൈദ്യുത പദ്ധതി. പശ്ചിമഘട്ട പർവ്വതനിരകളുടെ ഭാഗമാണ് ഈ ഉടുമ്പറങ്ങി മല. അതുകൊണ്ട് തന്നെ ഈ പുതിയ ഖനനത്തിന് CPIM അതിശക്തമായി എതിരായ നിലപാട് സ്വീകരിക്കുകയാണ്. ക്വാറികൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും. യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും തമ്മിലുള്ള പോരിലേക്കും ഈ ക്വാറി വിഷയം മാറിയിട്ടുണ്ട്. വാണിമേലിലെ മലയോര മേഖലയിലെ പ്രകൃതി ചൂഷണത്തിനെതിരാണ് യൂത്ത് കോൺഗ്രസ്. പ്രകൃതിയെ ചൂഷണം ചെയ്യാനുള്ള മാഫിയകൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് ശക്തമായ സമരരംഗത്തേക്ക് കടന്നു വരും. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് ആദിവാസികളുടെ ജീവനും സ്വത്തും സംരക്ഷണം നൽകേണ്ട ഭരണകൂടം അവരുടെ ജീവനും സ്വത്തും കോറ് മാഫിയക്ക് തിരെഴുതുന്ന ഒരു സ്ഥിതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം തീരുമാനങ്ങൾ ഒരു സ്വതന്ത്ര യുവജന സംഘടന എന്ന നിലയ്ക്ക് കോൺഗ്രസിൻ്റെ പോഷക സംഘടനയാണെങ്കിൽ പോലും യൂത്ത് കോൺഗ്രസ്സിന് അതിൻ്റേതായ ഒരു നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സമൂഹത്തിലെ ഇത്തരം തെറ്റായ പ്രവർത്തനങ്ങൾ ഭരണകൂടം ചെയ്യുമ്പോൾ അതിനെതിരെ രംഗത്ത് വരിക എന്നുള്ളത് ഒരു ഉത്തരവാദപ്പെട്ട യുവജന സംഘടന എന്ന നിലയ്ക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ്. നിയമപരമായി എല്ലാ നടപടികളും പൂർത്തിയാക്കിയാണ് ക്വാറികൾക്ക് പ്രവർത്തനാനുമതി നൽകിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. കോൺഗ്രസ് പാർട്ടി ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് അങ്ങനെ നമ്മൾ വിലയിരുത്തിയാൽ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. കോൺഗ്രസിൻ്റെ അഭിപ്രായങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ 2 പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു പ്രതിനിധി ഉൾക്കൊള്ളുന്ന ഒരു സബ് കമ്മിറ്റിയാണ് ഈ ഭരണസമിതിക്ക് ക്വാറി തുടങ്ങാൻ അപേക്ഷ നൽകിയിട്ടുള്ള സ്ഥലങ്ങൾ പോയി പരിശോധിച്ച് അനുവദിക്കണം എന്നുള്ള റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതിൽ കോൺഗ്രസിൻ്റെ അംഗം കൂടി ഒപ്പുവെച്ചിട്ടുണ്ട്. ജനങ്ങളാണ് രാഷ്ട്രത്തെ നിർമ്മിക്കുന്നത്, രാഷ്ട്രമല്ല ജനങ്ങളെ നിർമ്മിക്കുന്നത്. ജനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാഷ്ട്ര പുനർനിർമ്മാണത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറേണ്ടതുണ്ട്. ഇതിലേക്ക് ധീരമായ ചുവടുവെപ്പ് നടത്തിയവരെയും അല്ലാത്തവരെയും നമ്മൾ കണ്ടു. ചെറുത്തുനിൽപ്പിൻ്റെ ഈ തദ്ദേശീയ പാഠങ്ങൾ ഇനി വരുന്ന ജനാധിപത്യ ഭരണകൂടങ്ങൾക്കും മാതൃകയാകേണ്ടതാണ്.